പുരാണ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്നാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ശ്രീകൃഷ്ണ അർജുനൻ്റെ അഹങ്കാരം തീർത്തത് എങ്ങനെ? ശ്രീകൃഷ്ണനും അർജുനനും ഒരിക്കൽ യമുനാ നദിയുടെ തീരത്തുകൂടി നടക്കുകയായിരുന്നു. കൃഷ്ണൻ തൻ്റെ യമുനാ തീരത്തെ കുട്ടിക്കാലത്തെ സന്തോഷത്തോടെ ആലോചിച്ചു. എന്നാൽ അർജുനനാകട്ടെ കുറച്ചു ദിവസം കഴിഞ്ഞ് ആരംഭിക്കുന്ന കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. കൗരവരുടെ ചിന്ത അദ്ദേഹത്തെ ഒരു ധീരനെന്ന നിലയിൽ സ്വന്തം ധൈര്യത്തെയും നൈപുണ്യത്തെയും കുറിച്ച് അഹങ്കാരനാക്കി. ഈ ഭൂമിയിൽ എന്നെപ്പോലെ അമ്പയത്തിൽ വെല്ലാൻ മറ്റാരുമില്ല. മാത്രവുമല്ല, യമുനാ നദി ഒഴുകുന്നത് കണ്ടപ്പോൾ വിചിത്രമായ മറ്റൊരു തോന്നലും ഉണ്ടായി. വേണമെങ്കിൽ യമുനാ നദിയുടെ മുകളിലൂടെ അമ്പടയാളങ്ങളുടെ ഒരു പാലം പോലും പണിയാൻ തനിക്ക് കഴിയുമെന്നും അത് ഭഗവാൻ ശ്രീരാമന് രാവണനോട് യുദ്ധം ചെയ്യാൻ ലങ്കയിലേക്ക് പോകുമ്പോൾ ചെയ്യാൻ കഴിയാത്തതാണെന്നും അർജുനൻ വിചാരിച്ചു. അർജുനൻ്റെ ഹൃദയത്തിൽ അഭിമാനത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും കാര്യം കൃഷ്ണന് മനസ്സിലായി. അതിനാൽ അദ്ദേഹം പറഞ്ഞു, അർജുന, നീ സ്വയം ഉള്ളിൽ ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ ചെയ്ത തെറ്റ് ചിന്തിച്ചല്ലെന്ന് വിശ്വസിക്കുന്നു. അർജുനൻ ഒന്ന് ഞെട്ടി. എന്നിട്ട് പറഞ്ഞു, ഞാൻ സ്വയം ചിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ആലോചിച്ചത് രാമൻ ലങ്കയിലേക്കുള്ള യാത്രാമധ്യേ കല്ലുകളുടെ പാലം പണിയാൻ കുരങ്ങന്മാരെ ഏൽപ്പിച്ചതാണ്. ഞാൻ അവിടെയുണ്ടെങ്കിൽ കണ്ണടച്ച് തുറക്കും മുന്നേ അമ്പുകളുടെ ഒരു പാലം നിർമ്മിക്കുമായിരുന്നു. അർജുനൻ്റെ അഹംഭാവം ശമിപ്പിക്കാൻ കൃഷ്ണൻ തീരുമാനിച്ചു. അതിനാൽ രാമൻ ചെയ്ത കാര്യം അദ്ദേഹം അർജുനനോട് വിശദീകരിക്കാൻ തുടങ്ങി. രാമൻ അമ്പുകളുടെ പാലം നിർമ്മിക്കാതിരുന്നത് കുരങ്ങുകളുടെ ശക്തിയേറിയ സൈന്യത്തിൻ്റെ ഭാരം അത് തകർക്കും എന്ന് അറിയുന്നതുകൊണ്ടാണ്. എന്നാൽ അർജുനൻ അത് അംഗീകരിച്ചില്ല. മാത്രവുമല്ല, രാമന് കുരങ്ങുകളുടെ ഭാരം താങ്ങാൻ കഴിയുന്നത്ര ശക്തമായ അമ്പുകൾ കൊണ്ട് പാലം പണിയാൻ കഴിഞ്ഞില്ല എന്നും പറഞ്ഞു. കൃഷ്ണ ഒരു നിമിഷം ആലോചിച്ച് സന്തോഷത്തോടെ പറഞ്ഞു, രാമൻ്റെ ശക്തനായ കുരങ്ങന്മാരുടെ സൈന്യത്തിലെ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. നീ യമുനയിലുടനീളം അമ്പുകളുടെ ഒരു പാലം നിർമ്മിക്കൂ. ഞാൻ കുരങ്ങിനെ പരീക്ഷിക്കാൻ വിളിക്കാം, നിന്റെ അമ്പടയാളത്തിൻ്റെ ശക്തി അറിയാൻ. കൃഷ്ണൻ്റെ വെല്ലുവിളി അർജുനൻ അഭിമാനത്തോടെ സ്വീകരിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അർജുനൻ നദിയുടെ രണ്ട് കരകളും ഒരുമിച്ച് അമ്പുകളുടെ ഒരു പാലം നിർമ്മിച്ചു. ഹനുമാൻ, വേഗം വരൂ, കൃഷ്ണൻ പറഞ്ഞു. ഉടനെ ഉയരമുള്ള ഒരു കുരങ്ങ് കൃഷ്ണൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കാൽക്കൽ നമസ്കരിച്ചു. കൃഷ്ണൻ ഹനുമാനോട് പാലത്തിന് മുകളിലൂടെ നടക്കാൻ ആവശ്യപ്പെട്ടു. കുരങ്ങൻ്റെ ഭാരം കൊണ്ട് തൻ്റെ പാലം തകരുമെന്ന് കൃഷ്ണൻ ആലോചിച്ചതോർത്ത് അർജുനൻ പരിഹസിച്ചു ചിരിച്ചു. ഹനുമാൻ കുറച്ച് മടിച്ച ശേഷം വലതുകാൽ പാലത്തിൽ വച്ചു. എന്നാൽ ഇടത്തെ കാൽ ഉയർത്തുന്നതിന് മുമ്പ് പാലം മുഴുവൻ തകർന്നു. കൃഷ്ണൻ ഒരു പുഞ്ചിരിയോടെ അർജുനനെ നോക്കി. അർജുനൻ ലജ്ജയോടെ വില്ലു വലിച്ചെറിഞ്ഞു. കൃഷ്ണൻ്റെ കാൽക്കൽ വീണു. കൃഷ്ണൻ അർജുനനെ ആശ്വസിപ്പിക്കുകയും നല്ല ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. അർജുന, നീ കുരങ്ങുകൾക്ക് വേണ്ടത്ര ശക്തമായ അമ്പുകളുടെ പാലം നിർമ്മിക്കാൻ രാമന് പോലും കഴിഞ്ഞില്ല. പിന്നെ നീ എന്തിന് അതിന് കഴിയുന്നില്ല എന്നോർത്ത് അപമാനിതനാവണം? എന്നാൽ ഈ പാഠം മനസ്സിലാക്കുക. അഹംഭാവവും നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. അവ ഒരു നായകൻ്റെ ഏറ്റവും കടുത്ത ശത്രുക്കളാണ്. അവ അവൻ്റെ അധപതനത്തിന് കാരണമാകും. അർജുനൻ കൃഷ്ണൻ്റെ ഉപദേശം സ്വീകരിച്ചു. ഇങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ അഹങ്കാരം ശമിപ്പിച്ചത്.